സിത്താരെ സമീൻ പർ അമീർ ഖാൻ നായകനായി ഈ ആഴ്ച റിലീസായ ഹിന്ദി സിനിമയാണ്. വളരെ മോശം ചാർട്ടിംഗ് ആയിരുന്നു കേരളത്തിൽ. മേജർ സെൻറ്റേഴ്സിൽ പോലും ഒരൊറ്റ ഷോ പോലും ഇല്ലായിരുന്നു. ഈ ആഴ്ച ഇറങ്ങിയ കുറച്ച് സിനിമകളൊക്കെ മികച്ചതായതുകൊണ്ട് തന്നെ അതിലൊരു സിനിമ എടുത്ത് മാറ്റിയിട്ട് ഇന്ന് 4 ഷോ വെച്ചതാണ്. പക്ഷേ ആ സിനിമ എടുത്ത് മാറ്റിയിട്ട് വൈകിട്ടത്തെ 2 ഷോയ്ക്ക് ചാർട്ട് ചെയ്തതാണ് ഈ സിനിമ. നാളെ മുതൽ ഇതുണ്ട്. അപ്പം ഇൻക്രീസ് ആയി വരുമായിരിക്കും. വേർഡ് ഓഫ് മൗത്തും നന്നാവുന്നുണ്ട്. കാണാൻ വെയിറ്റ് ചെയ്തിട്ട് തിയേറ്റർ ഇല്ലാത്തവരാണെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കും. സൺഡേ തൊട്ട് ഉറപ്പായിട്ടും ബുക്കിംഗ് സെൻറ്റേഴ്സ് കൂടും. അപ്പോൾ ഈ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ താരെ സമീൻ പറിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ട് നമുക്ക് പേര് കേൾക്കുമ്പോഴും പിന്നെ ഇതിൻ്റെ പോസ്റ്റേഴ്സ് കാണുമ്പോഴും അമീർ ഖാനെ കാണുമ്പോഴൊക്കെ തോന്നാം. പക്ഷേ ഒരു ബന്ധവും ഇല്ല. പേര് മാത്രം എടുത്തിട്ടേ ഉള്ളൂ. കംപ്ലീറ്റ്ലി വേറെ കഥ, കംപ്ലീറ്റ്ലി വേറെ ക്യാരക്ടേഴ്സ് എല്ലാമാണ്. താരെ സമീൻ പർ എന്നോട് ചോദിച്ചാൽ 100-200 മാർക്ക് ഞാൻ കൊടുക്കുന്ന സിനിമയാണ്. ഞാൻ കുഞ്ഞിലെ കണ്ടിട്ട് അത്രയും കണക്ട്, സിനിമ എന്താണെന്ന് അറിയാത്ത സമയത്ത് പോലും കണ്ടിട്ട് അത്രയും കണക്ഷൻ, അത്ര ഇമോഷണലി ഹുക്കായ സിനിമയാണത്. അതിൽ ഞാൻ 100-ൽ 200 കൊടുത്താൽ ഇതിലൊരു 100-ന് നമുക്കൊരു 70% കൊടുക്കാം. ആ ഒരു ലെവലാണ്. അതായത് താരെ സമീൻ പർ വെച്ച് നോക്കുമ്പോൾ ഒന്നുമല്ല ഇത്. എന്നാൽ ഒരു സിനിമ വെച്ച് നോക്കുമ്പോൾ 100-ൽ നമുക്കൊരു 70 മാർക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു സിനിമ, ഒരു മികച്ച ഒരു വൺ ടൈം വാച്ച് സമ്മാനിച്ചൊരു നല്ലൊരു സിനിമയാണ് സിത്താരെ സമീൻ പർ. എല്ലാം കൊണ്ടും മികച്ചതൊന്നും പറയുന്നില്ല. 100% എഫേർട്ട് അവരിട്ടായിട്ട് തോന്നുന്നില്ല. ഇതൊരു സ്പാനിഷ് പടത്തിൻ്റെ റീമേക്കാണ്. തുടക്കമൊക്കെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അമീർ ഖാൻ്റെ പരിപാടികളും കാര്യങ്ങളൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. നമുക്കിതിൻ്റെ ടിപ്പിക്കൽ കഥയാണ്. നമുക്ക് ട്രെയിലർ കാണുമ്പോൾ അറിയാം ഇതിൽ എന്തൊക്കെ ഇമോഷൻസ് കാണും, എന്തൊക്കെ മൂമെൻറ്റ്സ് കാണും, അതിനെ എങ്ങനെ അവരെടുക്കുന്നു എന്ന് മാത്രമാണ് അറിയാനുള്ളത്. സിനിമ നല്ല തുടക്കമായിരുന്നു. സ്പോർട്സും കാര്യങ്ങളൊക്കെ വന്ന് നല്ല ഇൻട്രസ്റ്റിംഗ് ആയി പോയി, ഇൻ്റർവെല്ലായി. പക്ഷേ സെക്കൻഡ് ഹാഫിൽ സിനിമ വലിയുന്നുണ്ട്. ഒരു സാധാ ഫീൽ ഗുഡ് സിനിമയാണ്. 2 മണിക്കൂർ 40 മിനിറ്റാണ് ഡ്യൂറേഷൻ. അപ്പോൾ ആ ഒരു സാധാ ഫീൽ ഗുഡ് സിനിമ ആ ഒരു ജോണറിന് 2.25 മണിക്കൂർ എന്നുള്ളത് വലിയ ഡ്യൂറേഷനാണ്. അപ്പോൾ നമ്മൾ അത്രയും പിടിച്ചിരുത്തണം. അതിൽ പാളുന്നുണ്ട്. അതാണ് ഞാൻ പറയുന്നത്, 100% എഫേർട്ട് അവർ കൊടുത്തിട്ടില്ല. റൈറ്റിംഗ് കുറച്ചുകൂടെ റെഡിയാക്കാമായിരുന്നു. സെക്കൻഡ് ഹാഫിൽ നല്ല ലാഗുണ്ട്. എന്നാൽ ക്ലൈമാക്സ് അവസാനത്തെ ഒരു അരമണിക്കൂർ വൻ ഫീലാണ്. അതിലൂടെ നമുക്ക് ആ സെക്കൻഡ് ഹാഫിൽ വന്ന ലാഗൊക്കെ നമ്മൾ മറക്കും. ബാസ്ക്കറ്റ് ബോൾ മാച്ചസ് എടുത്തിരിക്കുന്നതെല്ലാം സൂപ്പറായിട്ടാണ്. വൻ രസമാണ്. ബാസ്ക്കറ്റ് ബോൾ മാച്ചസ് എവിടെ വരുമ്പോൾ നമ്മളപ്പോൾ പടത്തിലോട്ട് ഇന്നാവും. നമ്മൾ എവിടെയെങ്കിലും ഡൗൺ ആയാൽ ആ സീനിൽ നമ്മൾ ഇന്നാവും. നമ്മൾ ഭയങ്കരമായിട്ട് അത് നല്ല രസത്തിൽ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പെർഫോമൻസിനെ പറ്റി പറയുകയാണെങ്കിൽ അമീർ ഖാൻ പുള്ളി ഒരു 50-50 ആണ്. ഒരു 50% പുള്ളി തകർത്തിട്ടുണ്ട്. പക്ഷേ മറ്റേ 50% ഇയാൾ എന്ത് ചെയ്താലും മറ്റേ PK-ക്കൊക്കെ ശേഷം നമുക്ക് അതേ സാധനമാണ്. ലാൽ സിംഗ് ചദ്ദ മോശമാൻ അതാണ് കാരണമെന്ന് പുള്ളി തന്നെ അഡ്മിറ്റ് ചെയ്ത കാര്യമാണ്. പുള്ളി തന്നെ നമുക്ക് തോന്നിയ കാര്യം പുള്ളി തന്നെ അഡ്മിറ്റ് ചെയ്തു. അപ്പോൾ ഇതിലും ആ ഒരു സാധനം വരുന്നുണ്ട്. അത് അദ്ദേഹം മാറ്റണം, കുറേ മാറ്റണം. പണ്ട് എന്ത് നന്നായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. ഇപ്പോൾ നന്നായിട്ട് ഒരു സൈഡ് നല്ലതാണ്, പക്ഷേ അപ്പുറത്തെ സൈഡിൽ ഇതേ സാധനം. പിന്നെ ഗോപി കൃഷ്ണൻ മലയാളത്തിലെ തിരികെ ഇടിയൻ ചന്തുവിലൊക്കെ ഉള്ള പുള്ളി കിഡുമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഇൻ്റർവെൽ എപ്പിസോഡൊക്കെ പുള്ളിയെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. ആ ഒരു മലയാളി ആ പിള്ളേരെല്ലാം അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഓരോരുത്തരും എല്ലാവർക്കും ഈക്വലി ഇമ്പോർട്ടൻസും ആണുള്ളത്. പക്ഷെ ഒരു മലയാളിയെ കണ്ടപ്പോഴത്തെ ഒരു സന്തോഷം. പിന്നെ ജനീലി ആണെങ്കിലും ബാക്കിയുള്ള എല്ലാവരും ആണെങ്കിലും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊരു നല്ല സിനിമയാണ്, എന്നൊരു മികച്ച സിനിമയല്ല. റൈറ്റിങ്ങിൽ പാളിച്ചകളുണ്ട്. സെക്കൻഡ് ഹാഫിൽ നല്ല ലാഗുണ്ട്. പക്ഷേ ഈ ബാസ്ക്കറ്റ് ബോൾ മാച്ചസ് അടിപൊളിയാണ്. ഇവരുടെ അവസാനത്തെ ഇമോഷൻസ്, ക്ലൈമാക്സ് ഒരു അവസാനത്തെ അരമണിക്കൂർ വൻ ഫീലാണ്. ഉറപ്പായിട്ടും താരെ സമീൻ പറുമായിട്ട് കമ്പയർ ചെയ്യാൻ നിൽക്കണ്ട. അല്ലാതെ ഒരു സാധാ ഫീൽ ഗുഡ് സിനിമ എന്നുള്ള രീതിയിൽ നിങ്ങൾ പോയി അപ്രോച്ച് ചെയ്ത് കണ്ടു നോക്കൂ, ഇഷ്ടപ്പെടും. അപ്പോൾ ഈ സിനിമയ്ക്ക് എൻ്റെ റേറ്റിംഗ് 3.5/5 ആണ്.